ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിക്കുവാനും നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കുവാനും USAID ഫണ്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇന്ത്യ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു വലിയ ആരോപണമായി തന്നെ BJP രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ലേഖനം എഴുതിയിരുന്നു. അവർ അതിൽ പറയുന്ന കാര്യം ഇന്ത്യയിലേക്കല്ല ഈ ഫണ്ട് പോയത്, ബംഗ്ലാദേശിലേക്കാണ് എന്നാണ്. പക്ഷേ അതിനെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് BJPയുടെ IT സെൽ മേധാവി അമിത് മാളവിയുടെ ഒരു വലിയ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. USAIDയുമായി ബന്ധമുള്ള ഒമിദ്യാർ നെറ്റ്വർക്കുമായി ഇന്ത്യൻ എക്സ്പ്രസിന് അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യയിൽ പരിപാടികൾക്ക് ഈ ഇന്ത്യൻ എക്സ്പ്രസിന് പണം നൽകുന്നത് ഒമിദ്യാർ നെറ്റ്വർക്കാണ്. ഈ ഒമിദ്യാർ നെറ്റ്വർക്കും USAID ഫണ്ടും ഒപ്പം തന്നെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയും ഉൾപ്പെടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്ന കാര്യവുമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ലേഖനമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, 2024 ഓഗസ്റ്റിൽ 12-ാം തീയതി ചെന്നൈയിലും 25-ാം തീയതി ജനുവരിയിൽ ദില്ലിയിൽ 2025 ജനുവരിയിൽ ദില്ലിയിലും വെച്ചിട്ട് 2 പരിപാടികൾ നടന്നിരുന്നു. ഇതിൻ്റെ സ്പോൺസർമാർ ഒമിദ്യാർ ഗ്രൂപ്പ് തന്നെ ആയിരുന്നു. ഈ ഒമിദ്യാർ ഗ്രൂപ്പിൻ്റെ ഫണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാങ്ങിയിരിക്കുന്നത്. ഈ ഒമിദ്യാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒമിദ്യാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ USAIDുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയാണ്. ഇതിൻ്റെ തെളിവ് സഹിതം പുറത്തുനിന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഒമിദ്യാർ ഗ്രൂപ്പ് ഞങ്ങളുടെ ആ ഒരു ശൃംഖലയുടെ ഭാഗമാണെന്നാണ്. ഇവരാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പരിപാടികൾ സ്പോൺസർ ചെയ്തിരുന്നതെന്ന് അമിത് മാളവ്യ പറയുന്നു. ഒപ്പം തന്നെ ഇതിൽ ലേഖനം എഴുതി ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതിനെക്കുറിച്ച് ബംഗ്ലാദേശിലേക്കാണ് ഈ പണം പോയത് എന്നതിനെക്കുറിച്ചൊക്കെ ലേഖനം എഴുതിയ ജയ് മസൂംദാർ എന്ന് പറയുന്ന ലേഖകൻ USAIDയുടെയും ജോർജ് സോറോസ് ഫണ്ട് നൽകുന്ന OCCRP എന്ന സംഘടനയുടെ കീഴിൽ വരുന്ന ഇന്റർനാഷണൽ കൺസോർഷ്യം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിലെ അംഗം കൂടിയാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ പിക്ചർ തെളിഞ്ഞു വരുന്നു. ഇന്ത്യയിലെ ഏതാണ്ട് 100 മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഫണ്ട് വാങ്ങി ഈ ഭരണം അട്ടിമറിക്കാനും ജനാധിപത്യത്തെ തകർക്കുവാനും വേണ്ടി ശ്രമിച്ചതെന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ BJP ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസിന് എതിരെയാണ് ഇപ്പോൾ BJP പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് ഈ ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.